നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോട്ട് ന്യൂസ് ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഹോട്ട് ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ചൂടൊന്നും തോന്നത്തില്ല. കാരണം ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഗുണ്ടാ തലവന്മാരുടെയും മാഫിയ തലവന്മാരുടെയും ലഹരിമരുന്നിന് അടിമയായിട്ടുള്ളവരുടെയും ഒക്കെ തന്നെ ഒരു തലസ്ഥാനം. അവരൊക്കെ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചു പോരുന്ന ഒരു തലസ്ഥാനം എന്ന് വേണമെങ്കിൽ കേരളത്തെ വിശേഷിപ്പിക്കാം. ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ നമ്മുടെ നാട് അധപതിച്ചു പോയി കഴിഞ്ഞു. അതിനിപ്പം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഭരണകൂടം തന്നെയാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഈ വാർത്തയുടെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. ഓം പ്രകാശുമായി ബന്ധപ്പെട്ട ലഹരി കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ 2 സിനിമാ താരങ്ങളുടെ പേരുകൾ, 2 യുവ താരങ്ങളുടെ പേരുകൾ, പ്രയാഗ മാർട്ടിൻ, ശ്രീനാഥ് ബാസി തുടങ്ങിയ താരങ്ങളുടെ പേരുകളാണുള്ളത്. അതായത് ഇവർ മുറിയിലെത്തി, ഈ ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ അവിടെ വെച്ചാണ് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ മരടിലുള്ള ഹോട്ടലിൽ വെച്ച് അവിടെ എത്തി ഓം പ്രകാശിനെ സന്ദർശിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഈ ഓം പ്രകാശിനായി മുറി ബുക്ക് ചെയ്തത് ബോബി ചലപതി എന്ന് പറഞ്ഞ ഒരാളാണ്. 20 പേർ ഇവരെ സന്ദർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മുറികളിലേക്ക് 3 മുറികളാണ് ബുക്ക് ചെയ്തത്. 3 മുറികളിലേക്കായി എത്തിയിട്ടുണ്ട്. അതിൽ 2 പേർ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയുമാണ്. അപ്പോൾ എന്താണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഓം പ്രകാശുമായി ഇവർക്കുള്ള ബന്ധം? ഇങ്ങനെ ഒരു പാർട്ടി നടന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇവർ എത്തിയത്? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടതാണ്. അപ്പോൾ ഇന്നലെയാണ് ഈ ഓം പ്രകാശിനെ കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പൊ അന്നേരം തന്നെ അയാൾ അവിടെ ഒരു ലഹരി പാർട്ടി നടത്താൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് പോലീസുകാർ സംശയിച്ചത്. കൃത്യമായിട്ടൊന്നും വിവരങ്ങളൊന്നും പുറത്തു വിടുന്നില്ല. മാത്രമല്ല പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ വിവരങ്ങളും പുറത്തു വിടുന്നില്ല. ഏത് ഹോട്ടലാണെന്നോ പേരെന്താണെന്നോ ഒന്നും തന്നെ പുറത്തു വിടുന്നില്ല. അപ്പം ഇയാൾ നടത്താനിരുന്ന ആ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി സിനിമാ താരങ്ങൾ അവിടെ എത്തിയിരുന്നതായിട്ടും പോലീസുകാർ സംശയിച്ചു. ഏതായാലും ഇന്നലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ 2 ആക്ടേഴ്സിന്റെ പേര് FIRൽ എഴുതിയേക്കുന്നത്. പക്ഷെ ഇപ്പം മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്ടേഴ്സിന്റെ പേര് മാത്രമേ വെളിയിൽ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു ലഹരി പാർട്ടി നടത്തുന്ന സമയത്ത് അവിടെ ഈ 2 ആക്ടേഴ്സ് മാത്രമാണോ പങ്കെടുക്കുന്നത്? ഒരിക്കലുമല്ല. ഇവർ വന്നിട്ടുണ്ടാകാം. ഇവർ ആ ഹോട്ടലിൽ എന്തിനാണ് ചെന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല, വിവരമില്ല. അവരെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അവരുടെ രക്തസാമ്പിളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ലഹരി ഉപയോഗിക്കുന്നവരാണോ, അവർക്ക് ലഹരി മരുന്ന് മാഫിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതൊഴിച്ചു കഴിഞ്ഞാൽ ഇവർ മാത്രമൊന്നുമല്ല, ഇതിന്റെയൊക്കെ പുറകിൽ വമ്പൻ സ്രാവുകൾ ഉണ്ടായിരിക്കും. ആ വമ്പൻ സ്രാവുകളുടെ കൂട്ടത്തിൽ വലിയ വലിയ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുടെ മക്കളും ഒക്കെ തന്നെ ഉണ്ടാകും. അപ്പം ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ മക്കളുടെ പേരും അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ്സുകാരന്മാരുടെയൊക്കെ പേര് വെളിയിൽ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീവിയേഷനാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസി. കാരണം അവർ ആക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ പേര് മാത്രം സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഒക്കെ തന്നെ അറ്റൻഷൻ സ്വാഭാവികമായിട്ടും അവരിലേക്ക് തിരിയും. അപ്പൊ അങ്ങനെ അറ്റൻഷൻ തിരിയുന്ന സമയത്ത് ഈ വലിയ വലിയ വമ്പൻ സ്രാവുകൾക്കൊക്കെ കൂളായിട്ട് രക്ഷപ്പെടാം. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മീഡിയ അറ്റൻഷൻ കൂടുതലായിട്ട് കിട്ടുന്ന ആൾക്കാരുടെ പേരെടുത്തങ്ങിടും. ഇവരിപ്പോ ഒരു ഡീകോയ് ആണ്, ഒരു ഡീവിയേഷൻ ആണ്. ഇപ്പൊ ഈ ഓം പ്രകാശിന്റെ കാര്യം തന്നെ എടുക്കുക. അയാൾ വലിയൊരു ക്രിമിനലാണ്, കുപ്രസിദ്ധ ക്രിമിനലാണ്. നിരവധി ക്രിമിനൽ കേസുകളാണ് അയാളുടെ പേരിലുള്ളത്. ലഹരിമരുന്ന് മാത്രമല്ല, ഒരു മാഫിയ തലവൻ, ഒരു ഗുണ്ടാ തലവൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ക്രിമിനൽ കേസുകളുള്ള ഒരു വ്യക്തി കൂളായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ അയാളെ കസ്റ്റഡിയിലെടുത്തു, ഇന്നലെ കസ്റ്റഡിയിലെടുത്തു, അയാളെ ജാമ്യത്തിൽ വെളിവിട്ടു. ഇതാണ് സ്ഥിരം നടക്കുന്നത്. ഇത്രയും വലിയ ക്രിമിനൽസിനെയൊക്കെ ജാമ്യം കൊടുത്ത് വെളിയിൽ വിടുന്നത് എന്തിനാണ്? അവരെയൊക്കെ കൂളായിട്ട് അങ്ങ് ഇറക്കി വിട്ടേക്കുകയാണ്. നമ്മുടെ കേരളത്തില് അവരങ്ങ് കൂളായിട്ട് നടക്കുകയാണ്. വലിയ വലിയ ക്രിമിനൽ കേസുകളാണ് ഇവരുടെ പേരില്. ഇപ്പൊ ചെറിയൊരു നിസ്സാരപ്പെട്ട എന്തെങ്കിലും ഒരു ഒഫൻസ് ഒരു സാധാരണക്കാരന്റെ പേരിലാണ് ചുമത്തുന്നതെങ്കിലോ അയാളെ എത്ര നാളെ പിടിച്ച് ജയിലിൽ ഇടും എന്നുള്ളതിന് കണക്ക് പോലും കാണത്തില്ല. പക്ഷെ ഇതുപോലെയുള്ള വമ്പൻ ക്രിമിനൽസ് ഒക്കെ കൂളായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി, പോലീസിന്റെ ഒത്താശയോടുകൂടിയിട്ട് വെളിയിൽ നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന്റെ ഇപ്പം സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് അതാണല്ലോ. അവർക്ക് നാട്ടിലെ ക്ഷേമമൊന്നുമല്ല, ഇങ്ങനെയുള്ള വലിയ വലിയ ഗുണ്ടകളുടെയും വലിയ വലിയ തലവന്മാരുടെയും ഒക്കെ ക്ഷേമം അന്വേഷിക്കുക, അവരെ സംരക്ഷിക്കുക, അവർക്ക് എന്തെങ്കിലും പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ ആ പോലീസ് കേസിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് നേതാക്കന്മാരുടെ സ്ഥിരം പരിപാടി. അതിന് കാരണം എന്താണ്? ഇവരുടെയൊക്കെ കസ്റ്റമേഴ്സ് ആണ് ഈ നേതാക്കന്മാരുടെ മക്കളും വലിയ വലിയ ബിസിനസ്മാന്മാരും ഒക്കെ തന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് ആണ്. പിന്നെ എങ്ങനെ ഇതുപോലെയുള്ള ക്രിമിനൽസിനെ അവർ സംരക്ഷിക്കാതെ ഇരിക്കും? ഇങ്ങനത്തെ ക്രിമിനൽസിനെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേര് വരും. അങ്ങനെ കൂളായിട്ട് ഇറങ്ങി നടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഇതുപോലെയുള്ള ക്രിമിനൽസ്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ എത്ര പ്രതികരിച്ചിട്ടും കാര്യമില്ല. ഒന്നുകിൽ നമ്മുടെ കയ്യിൽ പവർ വേണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. അതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് വിഡ്ഢികളെ പോലെ ഇങ്ങനെ ഇരിക്കാം എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല.